ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണം. നമുക്കിന്നൊരു അടിപൊളി നെയ്പായസം ഉണ്ടാക്കിയാലോ? ഈ അമ്പലങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു നെയ്പായസമല്ലേ, അതേ ടേസ്റ്റിലുള്ള ഒരു നെയ്പായസം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്കത് അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ഉണക്കലരി എടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങൾ വീട്ടിൽ തന്നെ കൃഷി ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ള നെല്ല് കുത്തിയിട്ടുള്ള അരിയാണ് കേട്ടോ. കടയിൽ ഇതേപോലെ ഉണക്കലരി മേടിക്കാൻ കിട്ടും. ഇനി അതില്ലെങ്കിൽ പച്ചരി വെച്ചിട്ടുണ്ടാക്കിയാലും മതി. ഈ ഉണക്കലരിയൊക്കെ നാട്ടിൽ നിന്ന് വരുമ്പോൾ അച്ഛനും അമ്മയും തന്നയച്ചതാണ്. അവരിതുപോലെ ഓരോന്ന് സ്വരുക്കൂട്ടി വെച്ചിട്ട് ഞങ്ങൾ വരുമ്പോൾ അങ്ങനെ തന്നേക്കും. നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതായതുകൊണ്ട് ഈ അരിയിൽ അത്യാവശ്യത്തിന് നെല്ലും കല്ലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചതാണിത്. പിന്നെ ഞാനിവിടെ മധുരത്തിന് ആവശ്യമായിട്ടൊരു 4 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഇനി ഈ ശർക്കര നമുക്ക് കുറച്ച് വെള്ളത്തിലൊന്ന് ഉരുക്കിയെടുക്കണം. ശർക്കര ഉരുക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഉരുക്കിയെടുക്കാം. ശർക്കര ഉരുക്കി വരുമ്പോഴത്തേന് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. ഞാനിവിടെ കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് പായസത്തിൽ വറുത്ത് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 1 ടീസ്പൂണ് കറുത്ത എള്ളും എടുത്തിട്ടുണ്ട്. ഈ എള്ള് ഓപ്ഷണലാണ്, വേണ്ടെങ്കിൽ ഒഴിവാക്കാം. എള്ള് ചേർത്താൽ ഒന്നും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവുമെന്ന് മാത്രം. ഇനി നമുക്കൊരു ഉരുളി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു 1.5 ലിറ്റർ വെള്ളം ഒഴിക്കാം. അരി വെന്ത് കിട്ടണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ 1.5 ലിറ്റർ വെള്ളം എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്പായസം ആയതുകൊണ്ട് ഏറ്റവും മുന്നിട്ട് നിൽക്കുക നെയ്യിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. വെള്ളം നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി ചേർക്കാം. ഇനി നമുക്ക് ഈ അരി നന്നായി വേവിച്ചെടുക്കണം. ഈ ഒരു ചെറിയ കപ്പ് അരി കൊണ്ട് 1 ലിറ്ററിലധികം പായസം ഉണ്ടാക്കാൻ പറ്റും. അരി വെന്ത് കിട്ടണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അതുവരെ നമുക്കിത് ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെയുള്ള പായസങ്ങളൊക്കെ ഓട്ടുരുളിയിൽ ഉണ്ടാക്കണതാണ് കൂടുതൽ ടേസ്റ്റ്. ഇവിടെ എൻ്റെ അടുത്ത് ഇപ്പോൾ ഓട്ടുരുളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഇൻഡാലിയത്തിൻ്റെ ഉരുളി എടുത്തത്. നിങ്ങളേൽ ഓട്ടുരുളി ഉണ്ടെങ്കിൽ അതിൽ തന്നെ വെക്കണേ, അപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. ഇല്ലെങ്കിൽ അരി വേവില്ല, അരിയിലത്തെ വെള്ളം പെട്ടെന്ന് തന്നെ വറ്റി പോവുകയും ചെയ്യും. ഇതിങ്ങനെ എപ്പോഴും ഇളക്കി കൊടുത്തോളണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് അതിനിടയിൽ വേറെ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ അത് ചെയ്യാം. ഇടയ്ക്കൊന്ന് വന്നിട്ട് ഇളക്കി കൊടുത്താൽ മതി. തീ കുറച്ച് വെച്ചിട്ട് വേവിക്കണോണ്ട് തിളച്ചു പോകുന്നുള്ള ഒരു പേടിയും വേണ്ട. ഏകദേശം ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും അരി നന്നായി വെന്തിട്ട് ഇതാ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഒരു ചെറിയൊരു കപ്പ് അരി കൊണ്ട് ഇതാ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ട്. അരിയൊക്കെ നന്നായി വെന്ത് പാകത്തിനായി വന്നിട്ടുണ്ട്. നന്നായി വെന്തതിന് ശേഷം മാത്രമാണ് ശർക്കരപ്പാവ് ചേർക്കാൻ പാടുള്ളൂ. ശർക്കരപ്പാവ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അരി വേവില്ല. അതുകൊണ്ട് അരി വെന്തൂന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ചേർക്കാവൂ. ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കരപ്പാവ് ചേർക്കാം. ശർക്കര ഇതവിടെ നന്നായി ഉരുകി സെറ്റായി ഇരിക്കുന്നുണ്ട്. ഇതൊന്ന് അരിച്ചിട്ട് വേണം അതിലേക്ക് ചേർക്കാൻ. ശർക്കരയിൽ വല്ല കല്ലോ പൊടിയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അരിക്കുന്നത്. ഇനി നല്ല വൃത്തിയുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ചേർത്താലും മതി. ശർക്കര ഇവിടെ നന്നായി അരിച്ചിട്ട് വേവിച്ച് അരിയിലേക്ക് ചേർക്കണുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി തീ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഈ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കണം. നെയ്പായസം എന്ന് പറയുമ്പോൾ ഒന്ന് കുറുകി വറ്റിയിട്ട് ഒരു കട്ടിക്കുള്ളൊരു പായസം അല്ലേ, അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി ആവണ വരെ നമുക്കിത് വറ്റിച്ചെടുക്കാം. നല്ലോണം വറ്റി വന്നാലാണ് ഈ അരിയിൽ ഈ ശർക്കരയുടെ മധുരമൊക്കെ ഒന്ന് പിടിക്കുള്ളൂ. ഇപ്പോൾ അരിയുടെ കളറും ശർക്കരയുടെ കളറും വേറെ വേറെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് നന്നായി വറ്റി വരുമ്പോൾ ഈ അരിയുടെയും ശർക്കരയുടെയും കളറും ഒന്നായി മാറും. ഇപ്പോൾ ഇതാ കുറച്ചൊക്കെ വെള്ളം ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ മധുരം നോക്കിയപ്പോൾ കുറച്ച് മധുരം കുറവുള്ള പോലെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിൽ ഒരു 2 അച്ച് ശർക്കരയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം കൂടെ ഇതിൽ 6 അച്ച് ശർക്കര ചേർത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/2 കിലോളം വരും. നമ്മളെടുത്തിട്ടുള്ള ആ 1 കപ്പ് അരി ഏകദേശം ഒരു 100 ഗ്രാമോളം വരും. അപ്പം 100 ഗ്രാം അരിക്ക് ഏകദേശം 1/2 കിലോയുടെ അടുത്ത് ശർക്കര ചേർക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മളെ പായസത്തിന് കറക്റ്റ് മധുരമായിരിക്കും. ഇപ്പം നമ്മളെ പായസത്തിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും ആയാൽ മതി. ഇനി ഈ ഉരുളിയുടെ ചൂടിലിരുന്നിട്ട് ഒന്നും കൂടെ ഒന്ന് വറ്റും. ഇനി അധികം പണിയൊന്നുമില്ല. പായസത്തിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ തേങ്ങ കൊത്തും അതുപോലെ തന്നെ ആ എള്ളും കൂടെ നെയ്യിലൊന്ന് വറുത്തിടണം. ഈ പായസത്തിൽ ഞാൻ ഏലക്കയുടെ പൊടിയൊന്നും ചേർക്കണില്ല കേട്ടോ. ഏലക്ക ചേർത്തുണ്ടെങ്കിൽ അതിൻ്റെ ആ ടേസ്റ്റും മണവും തന്നെ അങ്ങോട്ട് മാറും. നമുക്ക് ആ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പായസത്തിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. പായസം നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ടൊരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്പായസം ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം തന്നെ നെയ്യ് ചേർക്കുന്നുണ്ട്. അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി നെയ്യ് നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് അതിലേക്ക് ചേർക്കാം. നെയ്യ് നിങ്ങൾക്ക് ഇത്രയും വേണ്ടാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുറയ്ക്കാം. എനിക്ക് കുറച്ചും കൂടെ ഒരു നെയ്യിൻ്റെ മണമൊക്കെ ഉള്ളൊരു പായസമാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് അധികം ചേർത്തിട്ടുള്ളത്. ഇനി ഈ തേങ്ങാക്കൊത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ നന്നായി മൂപ്പിച്ചെടുക്കണം. ശർക്കരപ്പാവ് ചേർത്തതിന് ശേഷം വേണമെങ്കിൽ ഡയറക്റ്റ് നമുക്ക് പായസത്തിലേക്ക് ഈ തേങ്ങാക്കൊത്ത് ചേർക്കാം. പക്ഷെ അതിനൊക്കെ കുറച്ചുകൂടെ ടേസ്റ്റ് ഇങ്ങനെ ചേർക്കുമ്പോഴാണ്. തേങ്ങാക്കൊത്ത് ഇവിടെ നന്നായി ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള എള്ള് ചേർക്കാം. എള്ള് മൂത്ത് കിട്ടാൻ അധികം സമയമൊന്നും വേണ്ട.
ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോഴത്തേന് തന്നെ എള്ള് നന്നായി മൂത്തുണ്ടാവും. ഇനി നമുക്കിതെടുത്തിട്ട് നമ്മളുടെ പായസത്തിലേക്ക് ചേർക്കാം. ഇനി എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചാൽ നമ്മളുടെ അടിപൊളി ടേസ്റ്റുള്ള നെയ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഉരുളിയുടെ ചൂടാറുമ്പോഴത്തേന് ഈ പായസം ഒന്നും കൂടെ ഒന്ന് വറ്റിയിട്ട് ഒരു നല്ല കട്ടി പായസമായിട്ട് മാറും. ഇതിലൊരു 2 തുളസിയുടെ ഇലയും കൂടെ ഇടേണ്ടതാണ്. ഞങ്ങളിവിടെ UAE-യിലായതുകൊണ്ട് എനിക്കത് കിട്ടാൻ യാതൊരു പാകവുമില്ല. നിങ്ങൾ നാട്ടിലിരുന്നിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ തുളസിയുടെ ഇല കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പായസം ഉണ്ടാക്കുമ്പോൾ 2 തുളസിയുടെ ഇലയും കൂടി ഇടണേ. ആ തുളസിയിലയുടെ ഒരു ഫ്ലേവറും കൂടെ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇതിപ്പോൾ തന്നെ എടുത്ത് കഴിക്കാൻ പാടില്ല. ഞാൻ എല്ലാ പായസത്തിൻ്റെ വീഡിയോയിലും പറയാറുള്ള പോലെ 1 മണിക്കൂർ ഈ ഉരുളിയിലിരുന്നിട്ട് ഒന്ന് പാത്രപ്പാകാവട്ടെ. അപ്പോൾ ഓണമൊക്കെ അല്ലേ വരുന്നത്, എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു റെസിപ്പികളായിട്ട് ഇനിയും വരാം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.